channel. This is me, Anu Vishak. So, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ പ്ലസ് ഒരു വ്ളോഗിംഗ് വീഡിയോ കൂടിയാണ്. എന്തോ മോനിത്തോട്ടാ ഇട്ടോ എങ്ങനെ നെൽത്തങ്ങിപ്പോന്ന്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് പ്ലസ് വ്ളോഗിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക തോരൻ മാത്രമല്ല ഒരു ഇരുമ്പുളി അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഫാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പം നിങ്ങളെയും കൂടി ഞാൻ ജസ്റ്റ് അതൊന്ന് പൊട്ടിക്കുന്നത് അതിന് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ കോവയ്ക്കൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഒരു ചെറിയ വീഡിയോ. അപ്പൊ അത് കുറെ പേർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കോവയ്ക്കൊന്നും. അപ്പൊ ഞാൻ ജസ്റ്റ് കോവയ്ക്കയുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ കോവയ്ക്ക കുറച്ച് കുറവാണ് കേട്ടോ. കാരണം കോവയ്ക്കയുടെ സീസൺ എങ്ങനെയാന്ന് വെച്ചാൽ കോവയ്ക്ക എല്ലാ സീസണിലും ഉണ്ടാവും, പക്ഷെ അത് പറിച്ച് നടണം കേട്ടോ. വേറെ നമ്മൾ പറിച്ച് മാറ്റി നടണം, എന്നാലും അതാണ് വീണ്ടും ഉണ്ടാവും ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ ഇനി പോയിട്ട് കാണാം അല്ലേ. വരും. ഞാൻ കോവയ്ക്ക് പൊട്ടിക്കാനായിട്ട് എൻ്റെ മേലെ കയറിയപ്പോൾ വിച്ചുട്ടന് ഭയങ്കര വാശിയായിട്ടോ അതിനെ മേലെ കയറാനായിട്ട്. അപ്പോൾ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് അവസാനം അവനെയും കൂടെ കയറ്റി വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എത്ര കോവയ്ക്ക് ആകെ കിട്ടിയല്ലോ കേട്ടോ. കാരണം കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ ഒരു റൗണ്ട് പൊട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അധികം കോവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഈ വഴുതനങ്ങയും വെണ്ടയും പയറും ചീരയും കറിവേപ്പിലയും പച്ചമുളകും അങ്ങനെ എല്ലാം പൂത്തും കായ്ച്ചും തളിർത്തൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ വലിയ സുഖമാണ് അല്ലേ. കണ്ണും മനസ്സും ഒക്കെ നിറയും. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞത് കോവയ്ക്കപ്പേരുടെ കൂടെ നമ്മളിന്ന് ഇരുമ്പുളി അച്ചാർ കൂടി ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഇരുമ്പുളി അച്ചാർ നമ്മളിന്ന് ഉണ്ടാക്കുന്നില്ല. പകരം ഇരുമ്പുളി ഇട്ട് വെച്ച നല്ല നാടൻ മീൻകറിയാണ് കേട്ടോ നമുക്കിന്ന് കൂട്ടായിട്ട് വരണത്. അപ്പോൾ അതിലേക്കാണ് ഈ പച്ചമുളകും കറിവേപ്പിലും ഒക്കെ പൊട്ടിക്കണേ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് നോക്കി നോക്കാം. കണ്ടേ അപ്പോൾ ഇനി നേരെ കുക്കിങ്ങിലേക്ക്. ഈ ഇരിക്കുന്നതാണ് കേട്ടോ ഇരുമ്പുളി എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ. ഇരുമ്പുളി പൊട്ടിക്കണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലുണ്ട്, വെള്ളമുളകുണ്ട്, പച്ചമുളകുണ്ട്, കാന്താരി ഉണ്ട്. ആകെ മൊത്തം നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഇന്ന് കറിക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് അത് നമ്മളൊന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പുളി കട്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീളത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുക. ഇനി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇരുമ്പുളി കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഇരുമ്പുളിക്ക് ഒരു ചവർപ്പ് രസമുണ്ട്, ഒരു ഇരുമ്പ് രസം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ. ആ സമയത്ത് ഇവിടെ വിച്ചുട്ടൻ ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്, സ്ട്രോബെറി ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് ഐസ്ക്രീം കൊടുക്കാറൊന്നുമില്ല വിച്ചുട്ടന്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ കൊടുക്കും എന്ന് മാത്രം. അപ്പോൾ ഹോം മെയ്ഡ് ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണേ. വിച്ചുട്ടിക്ക് മധുരം അധികം ഇഷ്ടമല്ല, പക്ഷേ ഐസ്ക്രീം ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ അല്ലേ? സിറ്റാക്കിട്ട് കഴിക്കണേ. അപ്പം മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും സൈഡിൽ കൂടെ നടക്കാനുണ്ട് കേട്ടോ. അതാ കോവയ്ക്ക അവിടെ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. അടുത്തത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് കോവക്കായ. അപ്പോൾ കുറച്ച് സമയം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി, ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഒരു തണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കുക കേട്ടോ. ഒപ്പം തന്നെ ഫിഷും മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് മത്തിയാണ് കേട്ടോ. കോവയ്ക്ക മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ സെയിം ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെയും ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പോൾ അതൊക്കെ കുറച്ച് അളവ് കൂട്ടിയെടുത്തിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ നമ്മൾ ചുവന്നുള്ളിയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ മീൻകറിക്ക്. മീൻകറിയിൽ നമ്മൾ സവോള യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ചുവന്നുള്ളി അല്ലെങ്കിൽ ഷാലറ്റ്സിനായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പറമ്പിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന കടലാസ് മുളകുണ്ട്, അതുപോലെ തന്നെ കാന്താരിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം നമുക്കിങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഈ മാരിനേഷനൊക്കെ നന്നായിട്ട് ഈ മീനിലും അതുപോലെ തന്നെ കോവയ്ക്കയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇവിടെ കോവക്കായും ഫിഷും ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ കോവക്കായ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കോവക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിൽ കറിവേപ്പില ഇട്ടു. എന്നിട്ട് കോവക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അത് ഇളക്കി മിക്സ് ആക്കുകയാണ് വേണ്ടത് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ കോവക്ക ഉപ്പേരിയിൽ ഒരു ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പം തേങ്ങ എത്ര ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കൈ തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ലിഡ് വെച്ചത് ക്ലോസ് ചെയ്യുക. തീ സിമ്മാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അത് അവിടെ നിന്ന് വേവട്ടെ. നമുക്കിനി മീൻ കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇഞ്ചിയാണ് ചതയ്ക്കുന്നത് കേട്ടോ. ഇത് മീൻ കറിയിലേക്കാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തിട്ട് ചതച്ച് കൊടുക്കാം. നമുക്ക് ആക്ച്വലി ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഇടികല്ല് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഇടികല്ലെന്നാണോ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ഇതിന് ഇടികല്ലെന്ന് വിളിക്കാം. ഈ ഇടികല്ലിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം നമുക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം ആ കോവയ്ക്കുപ്പേരി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. സിമ്മിലാക്കി വെച്ചാലും പെട്ടെന്ന് അടിപിടിക്കും കേട്ടോ കോവക്കായ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി അത് വേവിക്കാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ കളർ മാറി മാറി വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഇരുമ്പുളിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ കളർ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ടാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആയത്. പക്ഷെ അത് വെന്ത് പോയിട്ടൊന്നുമില്ല, കാരണം അതിന് മാത്രം ചൂടുവെള്ളത്തിന് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ചൂടുവെള്ളമാണ് കേട്ടോ, അല്ലാണ്ട് ഭയങ്കര ചൂടുള്ള വെള്ളമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കളർ മാറിയത്. അപ്പോൾ അതിൻ്റെ ഇരുമ്പ് രസമൊക്കെ പോയി ആ ചവർപ്പൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ മീൻ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നാടൻ രീതിയിൽ വെക്കുമ്പോൾ മീൻ കറിയുടെ ടേസ്റ്റ് ബൂസ്റ്ററാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ ചതച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജിഞ്ചറും അതുപോലെ പച്ചമുളക്, കുഞ്ഞുള്ളി ആ ഒരു കൂട്ടിൽ ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. നന്നായി ഇളക്കിയിട്ട് അത് സിമ്മാക്കി വെക്കുക കേട്ടോ. നമുക്കിനി ഇതൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് ഈ മീൻ കറിയിലേക്ക്. അപ്പോൾ നമുക്കിനി അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഈ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ ഞാൻ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 4 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, അത് അത്യാവശ്യം വലിയ സ്പൂണാണ് കേട്ടോ. പിന്നെ ഒരു 3/4 സ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും സംഭവങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇനി നമ്മൾ സിമ്മാക്കി വെച്ച് വഴറ്റിക്കൊണ്ടിരുന്ന നമ്മുടെ ജിഞ്ചർ, ഷാലറ്റ്സ്, ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ് മിക്സിലേക്ക് ഇരുമ്പുളിയും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പിൽ ലംസൊന്നും ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് അത് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഇത് നമ്മുടെ കറി നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണോ ആ അളവിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല കുറച്ച് തിക്കായിട്ട് വേണ്ടതെങ്കിൽ അധികം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി നേരത്തെ അരപ്പിൽ ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ലംസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ലംസ് ഇല്ലാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഫിഷും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഫിഷ് അവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ഇനി അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി തിളയ്ക്കണുണ്ടോ? മീനൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ. മീൻകറി അത്രയേ ഉള്ളൂ. മീൻകറി നല്ല സിമ്പിൾ മീൻകറിയാണ്, പക്ഷെ നല്ല അടിപൊളി ഉഷാറ് ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇരുമ്പുളി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. ഇരുമ്പുളി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കോവയ്ക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. ഇതാ നമ്മുടെ കോവയ്ക്കുപ്പേരി റെഡിയാണ്. കളറായിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം അനു വിശാഖ്. ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനൽ നെയിം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ നെയിം എന്ന് പറഞ്ഞാൽ അനു വിശാഖ് ആൻഡ് വിഹാൻ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നെയിമാണോ, അത് ചെറുതാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കുറേ പേര്. ഒരുപാട് പേര് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാണ്, ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള നെയിം വേണ്ട, ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ നെയിം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ്. അനു വിശാഖ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ചാനൽ നെയിം. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അനു വിശാഖ് ആൻഡ് വിഹാൻ വ്ളോഗ്സ് മാറ്റി കളഞ്ഞേരെ, അങ്ങനെ ഒരു പേരില്ല. ഇനി അനു വിശാഖ് എന്നായിരിക്കും ഈ ചാനലിൻ്റെ നെയിം. അപ്പം താങ്ക് യു, ബൈ ബൈ.